പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ വലിയ നോമ്പിന്റെ അനുഭവത്തിലൂടെയാണല്ലോ ഞാനും നിങ്ങളും ഈ നാളുകളിലായിരിക്കുന്നത്. നോമ്പിന്റെ അനുഭവം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ ഭക്ഷണത്തിൽ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വരുത്തി, പ്രാർത്ഥനകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഏതാനും ദിനങ്ങളെന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ അനുഭവം എന്താണ് എന്നുള്ളത് കർത്താവ് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പലപ്പോഴും നമ്മളെല്ലാവരും സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ എന്ന് കാണുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് കാണുന്നവരാണ്. എന്നാൽ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത് സഹനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ക്രിസ്തു നോമ്പിൻ്റെ അനുഭവം നമുക്ക് കാണിച്ചു തരുന്നത് സഹനങ്ങളുടെ പാതയിലൂടെ ഉപവസിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുള്ള വേദഭാഗം എന്ന് പറയുന്നത് ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭാഗമാണിത്. കർത്താവ് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് തിരഞ്ഞെടുത്തത് മരുഭൂമിയുടെ അവസ്ഥയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മരുഭൂമിയുടെ സാഹചര്യം അത് വളരെ വ്യത്യസ്തമാണ്. പ്രതിസന്ധികളുടെ ഒരു സാഹചര്യമാണ്, പ്രതികൂലതകളുടെ ഒരു സാഹചര്യമാണ്. അനുകൂലമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. നമ്മളെല്ലാവരും മനോഹരമായ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാണ്. നല്ല പച്ചപ്പും ഇളം കാറ്റും അതുപോലെ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരുപാട് കുളിർമ തരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ക്രിസ്തു നോമ്പിൻ്റെ അനുഭവത്തിൽ കടന്നുപോയത് മരുഭൂമിയുടെ സാഹചര്യത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, സൗഭാഗ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് സഹനങ്ങളുടെ അവസ്ഥയെ സ്വീകരിക്കലാണ് നോമ്പെന്ന് പറയുന്നത്. ക്രിസ്തുവിന് 3 പ്രലോഭനങ്ങളാണ് ഇവിടെ നേരിടേണ്ടി വന്നത്. 1-ാമത്തെ പ്രലോഭകൻ പറയുന്നുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാവുവാൻ കൽപ്പിക്കുക. 2-ാമത്തേത് ക്രിസ്തുവിനെ യെരൂശലേം ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക. 3-ാമത്തേത് അവനെ മലയുടെ മുകളിൽ കൊണ്ടുപോയി ലോകവും അതിലുള്ള സകലവും കാണിച്ചു കൊടുത്തുകൊണ്ട് പിശാച് പറയുകയാണ്, എന്നെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയും നിനക്ക് തരാം. പ്രിയമുള്ളവരെ, 3 പ്രലോഭനങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ യേശുതമ്പുരാൻ അതിനെ അതിജീവിച്ച് നമുക്കൊരു പാഠം പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രലോഭനങ്ങളാണ് ഇവയൊക്കെയും, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ആദ്യത്തേത്, ഈ കല്ലിനോട് അപ്പമാവുവാൻ കൽപ്പിക്കുക എന്ന പിശാച് പറയുമ്പോൾ പിശാചിനറിയാം ക്രിസ്തു കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അപ്പമാവും. ആ സാഹചര്യത്തിൽ ക്രിസ്തുവിന് 40 ദിവസവും 40 രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്തുവിന് ആഹാരം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് പിശാച് പറയുന്നത്. പ്രിയമുള്ളവരെ, ജഡത്തിൻ്റെ ഒരു താല്പര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രലോഭൻ ആ പരീക്ഷണം മുന്നിൽ വയ്ക്കുന്നത്. ക്രിസ്തു പറയുന്നു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് കൂടിയത്രേ. 2-ാമത്തെ പ്രലോഭനം യെരൂശലേം ദേവാലയത്തിന്റെ മുകളിൽ ക്രിസ്തുവിനെ നിർത്തിയിട്ട് പറയുമ്പോൾ പിശാച് തന്നെ ഒരു വചനം പറയുന്നുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ നിന്റെ കാൽ കല്ലിനോട് തട്ടാതിരിക്കുവാൻ തക്കവണ്ണം ദൂതന്മാരെ വിട്ടവൻ താങ്ങിക്കൊള്ളും. പ്രിയമുള്ളവരെ, 1-2 പ്രലോഭനങ്ങൾ യേശുതമ്പുരാന്റെ മുന്നിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പിശാച് വെക്കുന്നത്. 3-ാമത്തെ പ്രലോഭനത്തിൽ പറയുന്നുണ്ട്, വീണ് എന്നെ നമസ്കരിച്ചാൽ ഒക്കെയും നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനം മാറ്റിവെച്ചുകൊണ്ട് പിശാചിനെ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിനങ്ങളിലൊക്കെ ഈ സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. ജഡത്തിൻ്റെ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളുടെ മോഹങ്ങൾ, അതുപോലെ തന്നെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പലതിനെയും സ്നേഹിക്കുന്ന സാഹചര്യങ്ങൾ, ഇവയൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് സൗഭാഗ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സഹനങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ. ആ അവസ്ഥയായിരിക്കണം ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്കുണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, വാക്കുകളെ ചുരുക്കുകയാണ്. ഈ നോമ്പ് നമ്മൾ അനുഭവിക്കുമ്പോൾ, നോമ്പിനെ അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാകാതെ അതെല്ലാം, അസഹനങ്ങളെല്ലാം പേറിക്കൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റി അവൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ആ നോമ്പിൻ്റെ അനുഭവം സ്വീകരിച്ചുകൊണ്ട്
ആ കർത്താവ് നമുക്കായിട്ട് ഒരുക്കി വെച്ച വലിയ സൗഭാഗ്യം, രക്ഷാകരമായിരിക്കുന്ന ആ കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിച്ച് അവൻ്റെ ഉയർപ്പിലൂടെ ആ രക്ഷ നേടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.